ഇറാൻ അമേരിക്ക യുദ്ധം എപ്പോൾ തീരുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ യുദ്ധത്തിൽ ഇരുപക്ഷവും തളരുമെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇറാന് സൈനികമായ വലിയ നാശനഷ്ടങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ ഭരണകൂടം ഇപ്പോഴും തുടരുകയാണ്. യുദ്ധത്തിന്റെ അവസാനം എന്താകുമെന്ന് വിദഗ്ധ അനുമാനവുമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. ആദ്യം ഇറാനുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക്. അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ സൈനിക ഹാർഡ്വെയറിന്റെ വലിയൊരു ഭാഗം നശിപ്പിച്ചു. അവർ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർത്തു. മുതിർന്ന IRGC കമാൻഡർമാരെ വധിച്ചു. പരമോന്നത നേതാവിനെ പോലും വധിച്ചു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം 1000-ൽ താഴെയായി കുറഞ്ഞു. ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോണുകളുടെ എണ്ണം കുറവാണ്. ലെബനിലെ ഹിസ്ബുള്ള പോരാളികൾ ഇറാന്റെ സഹായത്തിനെത്തിയിരുന്നു. ഒറ്റയടിക്ക് 40 മുതൽ 100 വരെ മിസൈലുകൾ വിക്ഷേപിച്ചിരുന്ന ഹിസ്ബുള്ള ഇത്തവണ 6 എണ്ണം മാത്രമാണ് അയച്ചിട്ടുള്ളൂ. അതിനാൽ സൈനികമായി ഇറാൻ ഗുരുതരമായ നാശനഷ്ടങ്ങൾ നേരിട്ടു എന്ന് ഇതിൽ നിന്ന് വ്യക്തം. എന്നാൽ ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നവർ പോലും മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഒരു രാജ്യത്തിന്റെ ആയുധങ്ങൾ നശിപ്പിക്കുന്നതും ആ രാജ്യത്തിലെ ജനങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലാതാക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. യുദ്ധം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇറാനിൽ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. തെരുവുകളിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നില്ല. നിലവിലെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ഇറാനികൾ ഇപ്പോഴും ആ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഇറാനിനുള്ളിൽ ഭരണം ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു സംഘടിത പ്രതിപക്ഷവുമില്ല. ഒരു സായുധ സംഘവും കാത്തിരിക്കുന്നുമില്ല. കുർദു പോരാളികളെ ഇറക്കി കരയുദ്ധം നടത്താനുള്ള അമേരിക്കൻ ശ്രമം മാത്രമാണ് ഇതിനൊരു അപവാദം. പക്ഷേ ആ പദ്ധതി ഇപ്പോഴും കടലാസിൽ തുടരുകയാണ്. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമനിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ ടെഹ്റാനിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതായി രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നത് ഏത് തരത്തിൽ ഇറാനെ ബാധിക്കും എന്നത് ഇപ്പോൾ പറയാനുമാകില്ല. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയിക്ക് പകരക്കാരനായാണ് 56-കാരനായ മുജ്തബ പരമോന്നത നേതാവായത്. മുജ്തബയുടെ നിയമനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ടെഹ്റാനിലെ യക്ബദാൻ പരിസരത്തുള്ള വീടുകളുടെ ജനാലകളിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നാണ് റിപ്പോർട്ട്. മുജ്തബയ്ക്ക് മരണം എന്ന് പേർഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന 17 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ഇതുകൂടി ഇവിടെ ചേർത്ത് വായിക്കണം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നാശനഷ്ടത്തിന്റെ കണക്കുകൂടിയെടുക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസുകളിൽ കാര്യമായ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും. പ്രതിരോധ സംവിധാനവും മിസൈലുകളും ഉണ്ടെങ്കിലും തേനീച്ചക്കൂട്ടം പോലെ ഒരുമിച്ച് വരുന്ന 100 കണക്കിന് ഡ്രോണുകളിൽ എല്ലാറ്റിനെയും തകർക്കാൻ കഴിയാറില്ല. ഇസ്രായേലിൽ പലയിടത്തും ഇറാൻ മിസൈലുകൾ പതിച്ചു. ഇരുപക്ഷത്തിനും ആയുധങ്ങൾ പതുക്കെ തീർന്നു വരികയാണ്. വരുന്ന ഡ്രോണുകളെയും റോക്കറ്റുകളെയും വെടിവെച്ചു വീഴ്ത്തുന്ന പ്രതിരോധ ആയുധങ്ങളായ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൈവശം കുറവാണ്. ഇന്റർസെപ്റ്ററുകളുടെ എണ്ണം കുറയുന്നതോടെ കുറച്ച് ഡ്രോണുകൾ പോലും ഗുരുതരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാക്കുന്നു. അതിനാൽ യുദ്ധം ഈ വേഗതയിൽ ദിവസങ്ങളോ വളരെ കുറച്ച് ആഴ്ചകളോ മാത്രമേ തുടരാൻ കഴിയൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ പോരാട്ടം അവസാനിപ്പിക്കുന്നതും ഭരണകൂടം മാറുന്നതും തികച്ചും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. വിദഗ്ധർ പറയുന്നത് ഈ യുദ്ധം ഭരണമാറ്റമില്ലാതെ അവസാനിക്കുമെന്നാണ്. അതായത് ഇറാൻ തകർന്നിരിക്കുന്നു, ദുർബലമാണ്, ഒരുപക്ഷെ ആന്തരികമായി ദുർബലമായിരിക്കാം. പക്ഷേ അതേ സർക്കാർ ഇപ്പോഴും ടെഹ്റാനിൽ തന്നെ തുടരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. എന്നാൽ ഇറാനിയൻ സർക്കാർ മുൻപ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം ഇറാനികൾ വീണ്ടും തെരുവിൽ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത് വ്യക്തിപരമായ പരാജയമാകും. ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം തുടർന്നോളൂ, സഹായം വരുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഇറാനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ തെരുവിൽ ഒരു പ്രതിഷേധവും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ യുദ്ധം ട്രംപിന് ഇതിനകം തന്നെ സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കയിലെ ഇന്ധനവില ഏറ്റവും ഉയർന്നതാണ്. 6 അമേരിക്കൻ സൈനികർ ഇതിനകം യുദ്ധത്തിൽ മരിച്ചു. അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടതിന്റെ കാരണം ഭൂരിഭാഗം അമേരിക്കക്കാർക്കും പൂർണ്ണമായി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് അമേരിക്കയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു യുദ്ധമല്ല, യുദ്ധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ്. തീരുമാനങ്ങൾക്ക് അനന്തരഫലങ്ങളുണ്ട്. ഈ സംഘർഷത്തിൽ ഏറ്റവും ഹൃദയഭേദകമായത് അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ ഏകദേശം 150 ഇറാനിയൻ സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെട്ടതാണ്. കുട്ടികൾ സൈനിക ലക്ഷ്യമായിരുന്നില്ല,
അവർക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ടായിരുന്നില്ല. അവർ കുട്ടികൾ മാത്രമായിരുന്നു. പിന്നെന്തിന് ഇറാന്റെ തന്നെ മിസൈലുകൾ ലക്ഷ്യം തെറ്റി സ്കൂളിൽ പതിച്ചുവെന്ന ഹൃദയശൂന്യമായ പ്രസ്താവനയാണ് ട്രംപ് നടത്തിയത്. ഏതൊരു മിസൈൽ എണ്ണത്തെക്കാളും ഡ്രോണുകളുടെ എണ്ണത്തെക്കാളും കൂടുതൽ ലോകം ഓർമ്മിക്കുന്നത് ആ കുരുന്നുകളെ കുറിച്ചാകും. ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയല്ലെങ്കിലും യുദ്ധം കാരണം വിഷമകരമായ അവസ്ഥയിലാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചത്. സംഘർഷ സാഹചര്യം നിലനിന്നിരുന്ന സമയത്ത് നടത്തിയ സന്ദർശനം അനുചിതമായി എന്ന വിമർശനം അന്നേ ഉയർന്നു. ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണമുണ്ടായപ്പോൾ സുരക്ഷിത തുറമുഖം വാഗ്ദാനം ചെയ്തത് ശ്രീലങ്കയാണ്. ഇന്ത്യയെക്കാൾ ധൈര്യം ശ്രീലങ്ക കാണിച്ചു എന്ന വിലയിരുത്തലുകളും ഉണ്ടായി. ഇന്ത്യ നിശബ്ദമായി മാനുഷിക പിന്തുണ നൽകി. പക്ഷേ അത് പരസ്യമായി പറയാൻ പോലും 24 മണിക്കൂർ എടുത്തു. കാരണം അമേരിക്കയെയോ ഇസ്രായേലിനെയോ പിണക്കാൻ കഴിയില്ല എന്നത് തന്നെ. UAE, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്കും ഈ യുദ്ധം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. അവരുടെ വിമാനത്താവളങ്ങൾ, ഹോട്ടലുകൾ, എണ്ണപ്പാടങ്ങൾ തുടങ്ങി ജനവാസ മേഖലകൾ വരെ ആക്രമിക്കപ്പെട്ടു. സുരക്ഷിതവും സമാധാനപരവുമായ സ്ഥലങ്ങൾ എന്ന പ്രതിച്ഛായ ഭീഷണിയിലാണ്. സുരക്ഷയ്ക്കായി അവർ പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിച്ചിരുന്നു. പക്ഷേ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ആരും അവരോട് പറയുകയോ അഭിപ്രായം തേടുകയോ ചെയ്തില്ല. ഇറാന്റെ ഉറ്റ സുഹൃത്ത് ചൈന എല്ലാം നിശബ്ദമായി നോക്കി നിൽക്കുന്നു. യുദ്ധത്തിൽ ആവശ്യമുള്ള വിവരങ്ങൾ ഇറാന് നൽകി സഹായിക്കുന്ന റഷ്യ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അവസരമാക്കി ഉയർന്ന വിലയ്ക്ക് എണ്ണ വിൽക്കാൻ ഒരുങ്ങുകയാണ്. യൂറോപ്പിനാകട്ടെ അമേരിക്കയോട് അതൃപ്തിയാണ്. യുദ്ധത്തിന് മുൻപ് അവരോട് ആലോചിക്കാൻ പോലും തയ്യാറായില്ല എന്നതിൽ അവർ രോഷത്തിലാണ്. നാറ്റോ സഖ്യം പ്രതിസന്ധിയിലാണ്. നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക തിരിയുമെന്ന ഭയവുമുണ്ട്. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചതിന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആഭ്യന്തരമായി തിരിച്ചടി നേരിടുന്നുണ്ട്. യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്ന വിദഗ്ധ അഭിപ്രായത്തിലേക്ക് ഇനി വരാം. യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ചാൽ അതിന് വളരെ ചുരുക്കം സാധ്യതകളേ ഉള്ളൂ. ട്രംപ് വിജയം പ്രഖ്യാപിക്കും. ഒരു അമേരിക്കൻ പ്രസിഡന്റിനും കഴിയാത്തത് നേടിയെന്ന് പറയും. യുദ്ധം നിർത്തും. ലക്ഷ്യങ്ങൾ നേടിയതുകൊണ്ടല്ല, മറിച്ച് തുടരുന്നത് വളരെ ചെലവേറിയതായി മാറുന്നതിനാലാണ്. ഇറാനിൽ ഭരണമാറ്റമുണ്ടാകില്ല. ഒപ്പുവെച്ച ഉടമ്പടിയോടെയല്ല, മറിച്ച് ഒരു ട്വീറ്റിലൂടെ യുദ്ധം അവസാനിച്ചേക്കാം. അത് എത്രയും വേഗം നടപ്പാകട്ടെ എന്നാണ് സമാധാനപ്രിയർ ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ തന്നെ പലരും പറയുന്നത് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും കടന്നുകയറി കരയുദ്ധം നടത്തും എന്നാണ്. എന്നാൽ അതിനുള്ള സാധ്യത ഇല്ല എന്ന് പല വിദഗ്ധരും ഉറപ്പിച്ചു പറയുന്നു. ഡോക്ടർ മോഹൻ വർഗീസ് അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുകൂടി കേൾക്കാം. കരയുദ്ധം നടത്താവുന്ന ഒരു നിലയിലല്ല ഈ രാജ്യങ്ങളൊന്നും. ഇസ്രയേലോ അമേരിക്കയോ ഒന്നും തന്നെ ഇറാൻ്റെ മണ്ണിൽ കാല് കുത്തില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ബൂട്ട് ഓൺ ഗ്രൗണ്ട് എന്നാണ് ഒരു ആർമി ഓപ്പറേഷന് പറയുക. എയർഫോഴ്സ് ഓപ്പറേഷൻ അങ്ങനെയല്ല പറയുക. ആകാശങ്ങളെ യുദ്ധം ജയിക്കുന്നു, അത് മാത്രമാണ് ചെയ്യുന്നത്. ഇത് നോക്കൂ, കരയിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, പേർഷ്യൻ ഗൾഫ് മേഖല, ഒരു 2000-ഓളം കിലോമീറ്ററുള്ള ഇറാൻ്റെ തീരപ്രദേശം. ഇവിടെ പല പല താവളങ്ങളുണ്ടാകാം, പല പല കടൽ തീരങ്ങളുണ്ട്. അവിടെയൊക്കെ മെറീനുകളെ വിന്യസിച്ച് അവിടെ ഒരു ആംഫിബിയൻ ഓപ്പറേഷനിലൂടെ കടലിൽ നിന്നും കരയിലേക്ക് കടന്നു വരാവുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കുറേ ആളുകളെ ഉൾപ്പെടെ കടത്തിവിടാം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാൻഡ് അഡ്വാൻറ്റേജ് ഇറാനാണ്. കരയിൽ യുദ്ധം കാര്യമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പീരങ്കികളും ഹൊവിറ്റ്സേഴ്സും ഷോർട്ട് റേഞ്ച് മിസൈലുകളും എല്ലാം കൊണ്ട് തീർക്കുന്ന ഒരു പ്രതിരോധം വളരെ വലുതായിരിക്കും. അതുമാത്രമല്ല, ഈ കടലിന് അഭിമുഖമായി കുറച്ച് അകലെയായി മാറി നിൽക്കുകയാണ് വൻപൻ മലനിരകൾ. അത് പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി, പേർഷ്യൻ ഗൾഫിൻ്റെ വടക്ക് ഇറാൻ്റെ കരഭാഗത്ത് നിൽക്കുകയാണ് സാഗ്രോസ് മൗണ്ടൻ റേഞ്ചസ്. 3000-5000 മീറ്റർ വരെ ഉയരമുള്ള ചില കൊടുമുടികൾ ഉൾപ്പെടെയുണ്ട്. ദുർഘടമായ മലനിരകളാണ്. അവിടെ ഒരുപാട് ഗുഹാസങ്കേതങ്ങളുണ്ട്, ഒളിയിടങ്ങളുണ്ടാവാം. അപ്പോൾ ഒരു ഏറിയൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും. കരയിലെ മലയിൽ നിന്നുകൊണ്ട് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന, തീരത്തേക്ക് പ്രവേശിക്കുന്ന കവചിത വാഹനങ്ങളെയും സൈനിക യൂണിറ്റുകളെയും ആക്രമിക്കാൻ ഇറാൻ്റെ സേനാ വിഭാഗത്തിന് കഴിയും. ഇപ്പോഴും 5 ലക്ഷത്തോളം സൈനികർ ഇറാനുണ്ടെന്ന് ഓർക്കണം. എത്രത്തോളം ട്രെയിൻഡാണ്, അവരുടെ ആയുധങ്ങൾ എന്താണ്, പ്രഹരശേഷി എത്രയാണ്, അതൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് അമേരിക്കയോ ഇസ്രയേലോ മുതിരില്ല. അതുമാത്രമല്ല, ഈ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ ഹോർമൂസ് കടലിടക്ക് കടക്കേണ്ടതുണ്ട്. ഹോർമൂസിൻ്റെ കിഴക്കുമുണ്ട് ഇറാൻ്റെ തീരം. ചാബഹാർ ഉൾപ്പെടെയുള്ള ഇറാൻ്റെ തുറമുഖങ്ങൾ അവിടെയുമുണ്ട് ഇറാൻ തീരപ്രദേശം. അപ്പോൾ പേർഷ്യൻ ഗൾഫിനുള്ളിലും അതിന് പുറത്തും, അതായത് ഗൾഫ് ഓഫ് ഒമാൻ്റെ വടക്കൻ ഭാഗത്തും ഇറാനിയൻ തീരമുണ്ട്. ഈ തീരത്തുകൂടിയുള്ള ആക്രമണം
വേണമെങ്കിൽ റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. കാഷ്വാലിറ്റീസ് ഉണ്ടാകും ഒരുപാട്. അമേരിക്കയ്ക്ക് ഒരിക്കലും ഈ ഡെഡ് ബോഡി ബാഗുകൾ അമേരിക്കയിൽ എത്തുന്നത്, അമേരിക്കയുടെ പൊതുജനാഭിപ്രായം യുദ്ധത്തിനെതിരെ തിരിയും. അതുകൊണ്ടത് ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കില്ല. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് വടക്കൻ പ്രദേശത്തു കൂടി, അതായത് കാസ്പിയൻ സീ, അതാണ് ഇറാൻ്റെ വടക്കുള്ള കടൽ. അത് ഒരു ഉൾക്കടലാണ്. ആ കടൽ തീരത്തു കൂടിയുള്ള ഓപ്പറേഷൻസാണ് രണ്ടാമത്തേത്. അതിനുള്ള ഒരു സന്നാഹം ഒന്നും ഒരുങ്ങിയതായി ഇതുവരെ വിവരങ്ങളില്ല. അത് മാത്രമല്ല, അത് റഷ്യയുടെ തെക്കൻ ഭാഗം, മറ്റ് രാജ്യങ്ങൾ, സെൻട്രൽ ഏഷ്യൻ റീജൻസ്, അതുപോലെ കസാക്കിസ്ഥാൻ്റെ മേഖല, ഇതെല്ലാം തന്നെ ചേർന്ന് കിടക്കുന്ന സെൻട്രൽ ഏഷ്യൻ റീജിയനാണ്. അവിടെയൊക്കെ ഒരിക്കലും യുദ്ധം വ്യാപിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കില്ല. അതുകൊണ്ട് അമേരിക്കൻ ട്രൂപ്സിൻ്റെ ഒരു തള്ളിക്കയറ്റം കാസ്പിയൻ കടലിൻ്റെ ഭാഗത്തുനിന്ന് വരില്ല. ഇനി കാസ്പിയൻ കടലിൽ കടന്നു വന്നാലും അവിടെയുമുണ്ട് സമാനമായൊരു പർവ്വതനിരകൾ തടഞ്ഞു നിർത്താൻ. ഇതിൻ്റെ മധ്യത്തിൽ ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് ടെഹ്റാൻ എന്ന മഹാനഗരം, ക്യാപിറ്റൽ സിറ്റി. അത് തീരനഗരമല്ല, ഉൾനാടൻ നഗരമാണ്. പക്ഷേ അത് വടക്കോട്ട് നിൽക്കുന്ന സ്ഥലമാണ്. കൂടുതൽ ജനവാസ മേഖലകൾ ഇറാൻ്റെ വടക്കും പടിഞ്ഞാറും മേഖലകളാണ്. തെക്കൻ മേഖലകളിൽ വളരെ ചെറിയ സാന്നിധ്യമേ ഉള്ളൂ. അപ്പം യുദ്ധമെന്ന് പറഞ്ഞാൽ, കരയുദ്ധത്തിലേക്ക് അമേരിക്കയോ ഇസ്രായേലോ പ്രവേശിച്ച് കഴിഞ്ഞാൽ രാവണൻ കോട്ടയിൽ അകപ്പെടുന്ന അവസ്ഥയായിരിക്കും. നമ്മൾ വിയറ്റ്നാമിൽ കണ്ടു, അത് വലിയ കൊടും കാടുകളാണ്. ഇറാനിൽ ചെറിയ കാടുകളുണ്ട്, മലനിരകളുണ്ട്, ഗുഹകളുണ്ട്, പീഠഭൂമികളുണ്ട്, മരുഭൂമികളുണ്ട്. വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രമാണ്, ഉപരിതല ഘടനയാണ് ഇറാൻ്റേത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇറാഖിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി കരയുദ്ധം നടത്തിയല്ലോ. ഇറാഖ് നേരെന്ന് കിടക്കുകയാണ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഡെൽറ്റയാണ്. ഒന്നുകിൽ മരുഭൂമിയാണ്, അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം ഫർട്ടൈൽ ഭൂമിയാണ്. അവിടെ കാര്യമായ മലകളില്ല, ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഇല്ല അവർക്ക്. അതുകൊണ്ട് എല്ലാം തന്നെ ആകാശ കണ്ണുകളിൽ കൂടി ഒപ്പിയെടുക്കാൻ കഴിയുന്നതാണ് ഇറാഖിൻ്റെ ഭൂമി. അതുപോലെയല്ല ഇറാൻ്റെ ഭൂമി എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. പിന്നെയുള്ള വഴി എന്താ? തന്ത്രപരമായ കേന്ദ്രങ്ങളിൽ ഹെലികോപ്റ്ററുകളിലും, ഹെലികോപ്റ്ററൊന്നും വെടിച്ചു വെച്ചിട്ടില്ല, താഴെ നിന്നുള്ള എയർ പവർ കംപ്ലീറ്റ് ഡെസിമേറ്റ് ചെയ്തിട്ടല്ലേ ഇറങ്ങൂ. ഹെലികോപ്റ്ററുകളിലും മറ്റ് വിമാനങ്ങളിലും ഒക്കെ പാരച്യൂട്ട് വഴി നൂറുകണക്കിന് ആയിരക്കണക്കിന് ട്രൂപ്സിനെ ഇറക്കാം. അവരിൽ എത്ര പേര് വെടിവെച്ച് കൊല്ലപ്പെടും? ഒരുപാട് പേര് വെടിവെച്ച് കൊല്ലപ്പെടില്ലേ? അത്ര എളുപ്പമുള്ള കാര്യമാണ്, പറയാൻ എളുപ്പമാണ്. പക്ഷേ കരയിലേക്ക് അവർക്ക് പ്രവേശിച്ച് അങ്ങനെ ആകാശ മാർഗം കരയിലേക്ക് നൂലിൽ കെട്ടി ഇറക്കാനാവില്ല. ഒരുപാട് പേര് വെടിയേറ്റ് മരിക്കും. ഇപ്പോൾ ആകാശങ്ങൾ നിന്നുകൊണ്ട് ബോംബിട്ടിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം മുഴുവൻ തകർന്നു കഴിഞ്ഞു. ഇറാൻ്റെ വിമാനങ്ങളൊന്നും തന്നെ പറന്നു പോകില്ല. പക്ഷേ ഇറാൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ വെടിക്കോപ്പ് ഉണ്ടാകുമല്ലോ, പോരാട്ടവീര്യം ഉണ്ടാകുമല്ലോ. കരയിൽ കളി വേറെയാണ്. അത് ഹമാസ് കാട്ടിയ ഒരു പോരാട്ടവീര്യമുണ്ട്. ഇസ്രായേലി സൈന്യം എത്ര ശക്തമാണെങ്കിലും ഹമാസ് കേവലം ചെറിയൊരു ടെറിട്ടറിയിൽ മാത്രമാണ് ഗാസ എന്ന് ഓർക്കണം. അവിടെ ഹമാസിന് റൂട്ടഡായിട്ട് ഗുഹകളിൽ അല്ലെങ്കിൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്നുകൊണ്ട് യുദ്ധം നയിക്കാൻ കഴിഞ്ഞു 2-2.5 വർഷം. അപ്പോൾ മഹാരാജ്യമായ ഹമാസ് കൺട്രോൾ ചെയ്തിരുന്ന ഗാസയുടെ 100 ഇരട്ടിയിലധികം വലിപ്പമുള്ള വൻപൻ രാജ്യമായ ഇറാൻ, വൈവിധ്യങ്ങളുള്ള രാജ്യമായ ഇറാൻ, ഇവിടെ ഗാസയുടെ മണ്ണ് നിരപ്പുള്ള മണ്ണാണ്. ഇറാൻ അങ്ങനെയല്ല. ഒരു കാലത്തും ഒരിക്കലും അമേരിക്കൻ ട്രൂപ്സിന് അവിടെ ആ രൂപത്തിൽ ഇറങ്ങാനാവില്ല. പിന്നെയുള്ള സാധ്യത മുൻപ് സൂചിപ്പിച്ചൊരു സാധ്യതയാണ്, കുർദുകളെയോ മറ്റു വംശീയ വിഭാഗങ്ങളെയോ ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിമുടി ആയുധമണിയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം, സിവിൽ വാർ എന്ന രൂപത്തിൽ വരും. അതിൻ്റെ വരും വരാഴികളൊക്കെ നമ്മൾ നേരത്തെ മറ്റൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതുമാണ്. അതുകൊണ്ട് കരയുദ്ധം സംഭവിക്കില്ല. ആകാശങ്ങളിൽ നിന്നുകൊണ്ട് പരമാവധി പ്രഹരം നൽകി ഭൂമിയിലൊരു മാറ്റം ഉണ്ടാക്കാനാവുമോ, ഞങ്ങൾ കീഴടങ്ങി എന്ന് പറയിപ്പിക്കാനാവുമോ, ആഭ്യന്തരമായി മറ്റൊരു വിഭാഗത്തെ ഒരുക്കി നിർത്തി അവിടെ നിന്ന് തന്നെ ഒരു ഏറ്റെടുക്കൽ ഉണ്ടാകാനാവുമോ എന്നാണ് നോക്കുന്നത്. അല്ല എങ്കിൽ തങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം കൈവരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇതാ തങ്ങൾ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജയം ഏകപക്ഷീയമായി അമേരിക്കയും ഇസ്രായേലും മുൻപ് ചെയ്തതുപോലെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകാം. അപ്പോഴത് വിജയമായി അവർക്കെണ്ണാം. ഇറാനും പറയാം, ഞങ്ങളും വിജയിച്ചു, ഞങ്ങളെ പൂർണ്ണമായി പരാജയപ്പെടുത്താനായില്ല, ഞങ്ങളുടെ ഭരണകൂടത്തെ മാറ്റാനായില്ല, ഞങ്ങളുടെ നേതാവിനെ വധിക്കാൻ കഴിഞ്ഞു, പക്ഷേ ആ നേതാവ് നയിച്ചിരുന്ന ഭരണകൂടത്തിൻ്റെ അവശിഷ്ടം ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ തന്നെയാണ് ഭരണത്തിൽ എന്ന് പറയാം. ഇപ്പോൾ ഹമാസ് പറയുന്നില്ലേ ഞങ്ങൾ തന്നെയാണ് ഭരണത്തിൽ? അത് മാറ്റാൻ പോകുന്നത് വേറെ കാര്യം, ബോർഡർ പീസൊക്കെ വരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഹമാസിന് മുഖം രക്ഷിക്കാൻ കുറേയൊക്കെ കഴിഞ്ഞില്ലേ? അതുപോലെ നടുപൊടിഞ്ഞു, പക്ഷേ കുറേയൊക്കെ മുഖം രക്ഷിക്കാൻ കഴിയില്ലേ? ഇറാനും രണ്ടു കൂട്ടരും വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്താൻ കഴിയും. അവിടെ ഇറാൻ്റെ വിപത്ത് അവസാനിച്ചു എന്ന് പറയാം. ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. മിസൈലുകൾ ഇനി ഒരു ശക്തിയല്ല, പ്രഹരമുണ്ടാക്കില്ല എന്നുറപ്പുവരുത്താൻ കഴിയും.
ഇതൊക്കെ സാധ്യതകളാണ്. അതുകൊണ്ട് ഒരിക്കലും കരയുദ്ധം എന്ന മഹാ അബദ്ധം, ഹിമാലയൻ ബ്ലണ്ടർ ഇസ്രയേലും അമേരിക്കയും ചെയ്യില്ല, കാട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കാം.